ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് 2022 ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന പ്ലാനറിൻ്റെ വീഡിയോ കാണിക്കാനാണ്. അതായത് ഫെബ്രുവരി മന്തിലെ പ്ലാനറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നാട്ടിൽ രണ്ട് മാസത്തിലധികമായിട്ട് നാട്ടിലില്ല. അപ്പോൾ പ്ലാനറിന് പകരം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബുക്കിലാണ് ചെയ്തിരുന്നത് പ്ലാനർ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ മാസങ്ങളിലൊന്നും ഞാൻ പ്ലാനർ അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ തോന്നി കുറച്ച് മാറ്റങ്ങളൊക്കെ പ്ലാനറിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഫ്രണ്ട് പേജൊന്നും അധികം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഇയർ മാത്രം ചെയ്തു. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ പിന്നീടുള്ള വീഡിയോസിൽ ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ കയ്യിലൊരു കലണ്ടർ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ പേജ് ജനുവരിയുടെ ആ ഒരു പേജിൽ ഞാൻ ഒട്ടിച്ച് വെച്ചെന്ന് മാത്രം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇനി ഈ ഒരു ബുക്കിൽ നിന്ന് നോട്ട് ചെയ്യാനുള്ളത് നോട്ട് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ നമ്മുടെ പ്ലാനറിലേക്ക് കിടക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പേജ് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുള്ളതാണ്. ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആക്കാൻ ശ്രമിക്കേണ്ടത്. അത്ര കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയ പിക്ചർ കണ്ടു, അത് വരച്ചു. അതുപോലെ നമ്മുടെ മന്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു കലണ്ടറിൻ്റെ അത് കിട്ടിയപ്പോൾ അത് കട്ട് ചെയ്ത് ഒട്ടിച്ചു. അപ്പോൾ വരയ്ക്കണേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. പിന്നെ തൊട്ട് താഴെയുള്ള സ്പേസിൽ സ്പെഷ്യൽ ഡേയ്സ് ഇവൻറ്റ്സ് അത് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പേജ് വിട്ടിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഒന്ന് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു പോസിറ്റീവ് കോട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നുന്ന കോട്ട്സൊക്കെ എല്ലാ മാസവും ഈ ഒരു മാസത്തിലെ എല്ലാ ദിവസവും നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കുന്ന നമ്മുടെ ഒരു പ്ലാനറാണ്, നോട്ട്ബുക്ക് പ്ലാനറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന എന്തെങ്കിലും കോട്ട്സൊക്കെ ഇതിൽ എഴുതാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ തൊട്ടടുത്ത പേജിൽ അവിടെ കുറച്ച് ബോക്സുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഈ ഒരു പേജിൽ പ്ലാൻ ഫോർ ദ മന്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടി ബോക്സുകൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനതിൽ മൈ പ്രയോറിറ്റീസ്, തിങ്സ് ടു ഡു, ന്യൂ തിങ്സ് ടു സ്റ്റാർട്ട്, അതുപോലെ ഈ മാസം ചെയ്യേണ്ട ഗ്രോത്ത് ഗോൾസ് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കഴിഞ്ഞ മാസം വിചാരിച്ചിട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പെൻഡിങ് ടാസ്ക് ആൻഡ് വർക്ക്സ് എന്ന് അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കോളം വിട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ പേജിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി ഈ മാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഈ മാസം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് നോട്ട് ചെയ്യാൻ മാത്രം പോരാ, ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ദിവസവും എടുത്തു നോക്കുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം പറയുന്നത്. അപ്പോൾ നമ്മളത് എഴുതി വയ്ക്കുമ്പോൾ കൂടുതലായിട്ട് ചെയ്യാനൊരു ടെൻഡൻസി കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ തൊട്ട് താഴെ പിന്നെ തിങ്സ്, നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്. അതേപോലെ തിങ്സ് നോട്ട് ടു ഡു, അതായത് ഈ മാസം ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ മൊബൈലിൻ്റെ ഓവർ യൂസൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ എനിക്കിപ്പോൾ മൊബൈൽ യൂസ് വളരെ കുറവാണ്. എന്നാലും അത് കുറച്ചും കൂടിയും കുറയ്ക്കാന്നുള്ളതിൽ ഫസ്റ്റ് അതുതന്നെ ചെയ്തു. അതേപോലെ ഇനി പതുക്കെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ഈ മാസം ഒഴിവാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. തൊട്ടടുത്ത പേജിൽ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്, ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമ്മളെപ്പോഴും നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങളോടും നന്ദി പറയാനുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ശീലം നമുക്ക് ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനൊരു എഴുതുന്ന ശീലം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഓരോ വീക്ക് വൈസ് വേണമെങ്കിൽ ചെയ്യാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. ഈ ഓരോ വരയുടെ അവിടെ നമുക്ക് ഓരോ ദിവസത്തെ നമുക്ക് ദൈവത്തിനോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയാൻ തോന്നുന്ന കാര്യങ്ങൾ എഴുതാം. പിന്നെ തൊട്ട് അടുത്ത പേജിലെ ഹാബിറ്റ് ട്രാക്കർ, ഫെബ്രുവരിയിലെ ഹാബിറ്റ് ട്രാക്കറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഹാബിറ്റാണ്, ചിലപ്പോൾ വെള്ളം ഒരുപാട് കുടിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ബുക്കുകൾ വായിക്കണം, അങ്ങനെ ഒരുപാട് ഹാബിറ്റ്സ് ലൈഫിൽ നല്ല പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ലൈഫിനെ നന്നായി മാറ്റാൻ സാധിക്കുന്ന ഒരുപാട് ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല ശീലങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇങ്ങനൊരു ഹാബിറ്റ് ട്രാക്കർ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഞാനൊരു ബുക്കിൽ ഞാൻ പതുക്കെ ഒരു സമയം എടുത്തിട്ടാണ് ഞാനത് പ്ലാനർ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആവുന്നത് കേട്ടോ ഇത്തവണ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ അഡീഷണലായിട്ട്
പ്ലാനറിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് മന്ത്ലി മീൽ പ്ലാൻ. മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി എന്ന് പറയാം. ഞാനത് ടോട്ടലി ഒരു ഹെഡിങ് ആയിട്ട് മന്ത്ലി മീൽ പ്ലാൻ എന്നാണ്, കാരണം അത് ഒന്നിച്ച് ഈ ഒരു പേജിലാണ് എഴുതുന്നത്. ഇതിൽ വീക്ക്ലിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്, 4 വീക്കാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഈ ഒരു മീൽ പ്ലാനിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീക്കിലി സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു പ്രിപ്പറേഷൻ നല്ലതാണെന്ന് തോന്നി. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ അവിടെ വീട്ടിലുള്ളപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും അധികം ചിന്തിക്കേണ്ട ആവശ്യം വരാറില്ല. ഇപ്പോൾ വീട്ടിലല്ല, നാട്ടിലല്ല ഉള്ളത്. അപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യം അല്ലെങ്കിൽ ഓരോ ഡിഷസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ചൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മുമ്പേ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കാലത്ത് എണീറ്റിട്ട് കുറേ സമയമൊന്നും ചിന്തിക്കേണ്ട. ചെറിയ മാറ്റങ്ങളൊക്കെ വരും, നമ്മൾ എല്ലാം എഴുതി വെച്ച പോലെ തന്നെയല്ല ചിലപ്പോൾ ഉണ്ടാവുക, ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എന്നാലും നമുക്ക് ഏകദേശം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നും ഒക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്ലി മീൽ പ്ലാൻ നല്ലതാണ്. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു കോളം വരച്ചു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മീൽ പ്ലാനിൻ്റെ ഒക്കെ വേറെ മോഡൽ പിക്ചേഴ്സൊക്കെ കിട്ടും. ഞാൻ ജസ്റ്റ് എനിക്ക് കുറച്ച് എളുപ്പം തോന്നിയ രീതിയിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പ്രിൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ, വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പ്രിൻ്റൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഈ ഒരു പേജിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത പേജിൽ ടു ഡു ലിസ്റ്റ്, ഫെബ്രുവരിയിൽ ഉള്ള ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ബോക്സസാണ് വെച്ചിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഓരോ ദിവസങ്ങൾ എഴുതാൻ ഇത്തവണ ഞാൻ അത്ര വലിയ സ്ഥലമൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ ഒരു 3-4 കാര്യങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങൾ അതിൽ എഴുതി വയ്ക്കുക. പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിറ്റത്തെ ദിവസം ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പേസ്. ഇനി നമ്മുടെ എന്താ പറയുക, നോട്ട്ബുക്ക് പ്ലാനറിൻ്റെ ലാസ്റ്റ് പേജാണ്. ഇവിടെ എന്താ കുറേ എഴുതിയിട്ടുള്ളതെന്ന് വിചാരിക്കേണ്ട, നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഞാൻ ഡെയിലി അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി വായിക്കണം തോന്നിയിട്ടുള്ള കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള, നമുക്ക് ഭയങ്കര ചാർജ് കിട്ടുന്ന കുറച്ച് അഫർമേഷൻസാണ് എഴുതിയിട്ടുള്ളത്. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അഫർമേഷൻസ് കിട്ടും. അപ്പോൾ അത് ഡെയിലി കാലത്ത് നമ്മൾ ഈ ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ ഒന്ന് വായിക്കുക. അതേപോലെ വൈകിട്ടും ഒന്ന് വായിക്കുന്നത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി, നമ്മുടെ എന്താ പറയുക, നമുക്ക് തോട്ട് ഫുൾ ആ ഒരു നെഗറ്റീവ് വൈബ് പോയി പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജി വരാൻ വേണ്ടിയിട്ട് ഈ ഡെയിലി അഫർമേഷൻസ് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ മന്ത് ഞാനിങ്ങനെ കുറേ ഒരു 7-8 അതിലധികം അഫർമേഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ ഒന്ന് വായിക്കാനൊക്കെ പറ്റും. അപ്പോൾ എഫർമേഷൻസ് വേണമെങ്കിൽ, അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് ഇത് മലയാളത്തിലും എഴുതാട്ടോ, ഞാൻ വളരെ സന്തോഷവതിയാണ്, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ്, ഡെയിലി എഫർമേഷൻസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് വിട്ടിട്ടുള്ളത്. പിന്നെ തൊട്ട് ലാസ്റ്റ് പേജിൽ യൂട്യൂബ് ഐഡിയാസ്, നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ മാസം ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനാണ് ഈ ഒരു സ്പേസ് വിട്ടിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഭാഗത്ത് മന്ത് എൻഡ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഇതാണ്. ഇത് മുമ്പത്തെ വീഡിയോസ്, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള പ്ലാനേഴ്സൊക്കെ 1-2 എണ്ണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. ഇതിൽ ഞാൻ ഒരുപാട് ചിത്രങ്ങളോ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെ പ്ലാനർ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചെറിയ ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ, മുമ്പുള്ള പ്ലാനേഴ്സൊക്കെ ഉണ്ട്, വേറെ കുറേ മാറ്റങ്ങൾ, ഇതുപോലെ മൂഡ് ട്രാക്കറൊക്കെ മുമ്പ് ചെയ്തായിരുന്നു, ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കണം എന്നുള്ളവർ പഴയ വീഡിയോസ് ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്